എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാനിവിടെ പ്രധാനമായിട്ട് പറയുന്നത് ഓരോ വർഷങ്ങളിലും ഓരോ നക്ഷത്രക്കാർക്കുണ്ടാകുന്ന ഗുണവും ദോഷവുമാണ് ഞാനിവിടെ പറയുന്നത്. അത് ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവർക്കും ഓരോ ദിവസങ്ങളിലും ഓരോ സെക്കൻഡുകളിലുമൊക്കെ ഓരോ രാശി കയറുന്നതാണ്. അത് ഓരോ തരത്തിലാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ അത് നോക്കിയതിന് ശേഷം മാത്രമാണ് ഞാൻ പറയുന്നത്. നല്ലതാണെങ്കിൽ നല്ലതാണെന്നും മോശമാണെങ്കിൽ മോശമാണെന്നും പറയുന്നത്. അത് കേൾക്കുമ്പോൾ അവർക്ക് നിരാശ ഉണ്ടാവാം. പക്ഷേ ആ നിരാശ മാറാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ദോഷം എന്ന് പറയുമ്പോൾ അതിനുള്ള പരിഹാരങ്ങളും ഞാൻ നോക്കിയതിന് ശേഷമാണ് അറിയിക്കുന്നത്. അപ്പോൾ ഓരോ നക്ഷത്രക്കാർക്കും വരുന്ന ദോഷങ്ങൾ അത് മാറാനുള്ള പരിഹാരങ്ങളാണ് ഞാൻ പറയുന്നത്. അത് അനുസരിച്ച് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദോഷങ്ങളൊക്കെ മാറുന്നതാണ്. അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് സംഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത്. അതുകൊണ്ട് നക്ഷത്രഫലങ്ങൾ നോക്കുന്നവർ നോക്കിയതിന് ശേഷം അതെങ്ങനെയൊക്കെയാണ് കാണുന്നത് എന്ന് നോക്കിയതിന് ശേഷം അതനുസരിച്ച് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന ആ ദോഷങ്ങളൊക്കെ മാറുന്നതാണ്. ഏതിനും ഒരു പരിഹാരം ഉണ്ട്. അല്ലാതെ കൂടുതൽ നീട്ടി സംസാരിക്കുകയും പലതും ഉണ്ടായെന്നും ഭാഗ്യമാണെന്നും ഒക്കെ പറയാനുള്ള കാര്യമല്ല ഒരു വർഷത്തെ ഗുണദോഷഫലങ്ങൾ. അത് പലർക്കും പല രീതിയിലാണ് സംഭവിക്കുന്നത്. ഇപ്പോൾ 2025 ഞാൻ പറഞ്ഞു, പല സന്ദർഭങ്ങളിലും പല ദോഷങ്ങളുണ്ടാവാം, മരണങ്ങളുണ്ടാവാം, അശ്രദ്ധ നിമിത്തമാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അത് നോക്കിയതിന് ശേഷം ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള അപകടങ്ങളൊക്കെ ഒഴിവാക്കാമായിരുന്നു. അതുകൊണ്ട് നക്ഷത്രം നോക്കുന്നവരെല്ലാം ശ്രദ്ധാപൂർവ്വം നോക്കിയതിന് ശേഷം അതനുസരിച്ച് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന ദോഷങ്ങളൊക്കെ മാറുന്നതാണ്.